ഹലോ ഫ്രണ്ട്സ്, മൂങ്ങ അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എവിഡൻസ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ശശികുമാറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക റിൻസ്വാമി അഭിനയിച്ച പടം 27 പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 96-ന് ശേഷം ശ്രീ പ്രേംകുമാർ വീണ്ടും ഒരു നല്ല പടം ഇറക്കിയിരിക്കുകയാണ്. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ സായി പല്ലവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. നല്ലൊരു വീഡിയോ ആയിട്ടാണ് തോന്നിയത്. കാണാത്തവരുടെ കണ്ടു നോക്കുക. പിന്നെ ഭൂൽ ഭുലയ്യ 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങി. നല്ല ടീച്ചറായിട്ടാണ് തോന്നുന്നത്. പടം കണ്ടാവുന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജ, അൽതാഫ് സലീം ഒക്കെ അഭിനയിക്കുന്ന പടമാണ്. എന്തായാലും പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മണികണ്ഠൻ അഭിനയിക്കുന്ന അടുത്ത പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കുടുംബസ്ഥൻ എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ആളുടെ പടങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാവലുണ്ട്. അപ്പോൾ ഈ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജിഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആര്യഭട്ട് അഭിനയിക്കുന്ന പടത്തിൻ്റെ തെലുങ്ക് തിയേറ്ററിക്കൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ശങ്കർ എടുക്കുന്ന രാംചരൻ്റെ പടത്തിലത്തെ രാം മച്ച മച്ച എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫുൾ സോങ് 30 തന്നെ പുറത്തിറങ്ങുന്നത്. ഈ പാട്ടും പ്രൊമോ കണ്ടിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എന്തോ ഒരു പാട്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലി, അനശ്വര രാജ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുന്നേ പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതും നല്ലൊരു പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ വേട്ടയം എന്ന് പറഞ്ഞാൽ അവിടെ ഒക്ടോബർ 10 റിലീസിന് എത്തുന്നത്. അപ്പോൾ തമിഴ്നാട് തിയേറ്ററിക്കൽ റിലീസ് റെഡ് ജൈന്റ് മൂവീസ് വഴിയാണ് നടക്കുക. പിന്നെ ഈ പടത്തിൻ്റെ കുറേ ക്യാരക്ടർ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിലത്തെ കിഷോറിൻ്റെ പേര് ഹാരിഷ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി രോഹിണിയുടെ പേര് നസീമ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫഹദ് ഫാസിലുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന വേറൊരു പടമാണ് കുഞ്ചാക്കോവിൻ്റെ കൂടെയുള്ള അമൽ നീരദ് എടുക്കുന്ന ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ട് പടം. ഇവിടെ ഒക്ടോബർ 10 റിലീസാവുന്നുള്ളതായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ ഒക്ടോബർ 17 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടം സെപ്റ്റംബർ 27 പുറത്തിറങ്ങുന്നതാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അന്ന് റിലീസാവുന്നതിൻ്റെ അനുബന്ധിച്ചിട്ട് ഒരു പോസ്റ്ററൊക്കെ വന്നിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത്. പിന്നെ അതിലത്തെ ആയുധ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ പ്രൊമോ പുറത്തിറക്കിയിരുന്നു അതിന് മുന്നായിട്ട്. എന്തായാലും പടം ഇറങ്ങിയിട്ട് നെഗറ്റീവ് റിവ്യൂസാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ 550K+ കളക്ഷൻ ആയിട്ടുണ്ട്. നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം 4 മില്യൺ+ കളക്ഷൻ ആയിട്ടുണ്ട്. മൊത്തം ഫസ്റ്റ് ഡേയിൽ 172 കോടി നേടി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഒരു ഒഫീഷ്യലായി പുറത്തിട്ട പോസ്റ്ററാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ കൂടിയും പുറത്തിട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 243 കോടിയാണ് നേടിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അവർ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. പിന്നെ ജോൺ വിക്ക് ചാപ്റ്റർ 4-ന് ശേഷം ബെല്ലറീന എന്ന് പറഞ്ഞിട്ടൊരു പടം വരും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ബെല്ലറീന എന്നാണ് കൊടുത്തിട്ടുള്ളത്. അന ഡെ ആർമസ് ആണ് പടത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത്. കിയാനു റീവ്സും ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ടായിരിക്കും. കിയാനു റീവ്സ് ഓൾറെഡി ജോൺ വിക്ക് ചാപ്റ്റർ 4 മരിച്ചതാണ്. പക്ഷേ എങ്ങനെ തിരിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പിൻ ഓഫും അതിൽ ഇറങ്ങുന്ന പടമാണ്. അതുമാത്രമല്ല ഈ ജോൺ വിക്ക് ചാപ്റ്റർ 3 പാരബൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെയും ഈ ചാപ്റ്റർ 4-ന്റെ ഇടയിൽ നടക്കുന്ന കഥയെന്നാണ് കേട്ടത്. എന്തായാലും ടീച്ചർ നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. പടം 2025 ജൂൺ 6 പുറത്തിറങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ധൂം 4 എന്ന് പറഞ്ഞ പടത്തിൽ സൂര്യ വില്ലനായി എത്തുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. ഷാരൂഖ് ഖാനായിരിക്കും നായകൻ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രൺബീർ കപൂർ ആയിരിക്കും ധൂം 4-ൽ നായകനായി എത്തുക, അല്ലെങ്കിൽ വില്ലനായി എത്തുക എന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ അന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. ഇവരെന്ന് വെച്ചാൽ ഹീറോ എന്നുള്ളത് ശരിക്കും വില്ലനായിട്ടുള്ള ആളായിരിക്കും പടത്തിലത്തെ ഹീറോ. അങ്ങനത്തെ സംഭവമാണ്. അതുകൊണ്ടാണ് ഹീറോ അല്ലെങ്കിൽ വില്ലൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ രൺബീർ കപൂറാണ് ധൂം 4-ൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടുന്ന അപ്ഡേറ്റ്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലാസ്റ്റ് ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടം പൊങ്കലിന് 2025 ജനുവരിയിൽ റിലീസാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും 90% ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇനി ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ സൂര്യയുടെ ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. ഇതിൽ പിന്നെ സൂര്യക്ക് 2 ലുക്ക് ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമുക്ക് കാണിച്ചെന്ന ലുക്ക് അല്ലാതെ വേറെ ലുക്ക് കൂടി ഉണ്ട് എന്നുള്ളത്. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തമിഴ്നാട്ടിലും കേരളത്തിലായിരിക്കും മെയിനായിട്ട് നടക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ പാലക്കാടായിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടാവുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ഒക്ടോബറിൽ എന്ന് വെച്ചാൽ ഒക്ടോബറിലാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബറിൽ അറിയിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ പേര് തളപതി വിജയുടെ ആദ്യത്തെ പടം നാളെ തീർക്കും എന്നുള്ള പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ സെയിം ടൈറ്റിൽ നാളെ തീർക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ലാസ്റ്റ് പടമായി എന്നുള്ള രീതിയിൽ കൊടുത്തുള്ളതായിരിക്കാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊന്നും ആവില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അത് കൺഫേംഡ് ഒന്നുമില്ല, റൂമർ തന്നെയാണ്. എന്തായാലും കാസ്റ്റ് അപ്ഡേറ്റ് അടുത്ത മാസം വരും. അതിലറിയാം ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ. പിന്നെ പടത്തിൻ്റെ ഒരു കാര്യം കുറേ മുന്നേ കേട്ടിരുന്നു. ബിഗിലിൻ്റെ സമയത്ത് എച്ച് വിനോദ് പറഞ്ഞ കഥയാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ള രീതിയിൽ. അതേമാതിരി ഇപ്പോൾ കമൽഹാസൻ്റെ ഒരു 233ാമത്തെ പടമായിട്ട് ഒന്ന് അനൗൺസ് ചെയ്തിരുന്നു. ആ കഥയാണ് ഇതിന് വരുന്നത് എന്നുള്ളതൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും കണ്ടറിയാം. പിന്നെ തളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കുറേ പോസ്റ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പടം കേരളത്തിനും ഏതൊരു സ്ഥലത്തും ഡിസാസ്റ്റർ ആയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ ബാക്കി സ്ഥലത്തൊക്കെ നല്ല വിജയമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 2ാമത്തെ 3ാമത്തെ പടമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. 3ാമത്തെ പടമാണ് ഓൾറെഡി, ചിലപ്പോൾ 2ലേക്ക് ചാടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇത്ര ദിവസം 25 ദിവസമായിട്ടായി പടം ഓടാൻ തുടങ്ങിയിട്ട്. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ 451 കോടിയുടെ മുകളിലേക്കാണ് കളക്ഷൻ നേടിയിട്ടുള്ളതെന്നാണ്. പിന്നെ പടം ഓൾറെഡി ഇപ്പോൾ ഹിന്ദുസ്ഥാനിലൂടെ ലീക്കായിട്ടുണ്ട്. ക്ലിയറുള്ള ലോ ക്വാളിറ്റി പ്രിൻറ്റും അതിലത്ത്. ചിലപ്പോൾ ചിലവരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും.
HD എന്തായാലും അടുത്ത മാസം ഒക്കെ ആയിട്ട് റിലീസാകാമായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.